നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അന്യസംസ്ഥാന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുവൈറ്റിൽ തീപിടുത്തത്തിൽ കൂട്ടായി സ്വദേശി മരണപ്പെട്ടു. പൊന്മുടം ബൈപ്പാസ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് 33 കോടിയുടെ ഭരണാനുമതി. മുൻ MLA PP അബ്ദുള്ളക്കുട്ടി നാടിനോട് വിട ചൊല്ലിയിട്ട് ഇന്ന് പതിറ്റാണ്ട് തികയുന്നു. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരിൽ ജനസംവാദം സംഘടിപ്പിച്ചു. പുറത്തൂരിലെ മുസ്ലിം ലീഗ് കാരണവർ കടവുകാരകത്ത് ഖാദിർ സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. അന്യസംസ്ഥാന തൊഴിലാളിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. താനൂർ ബൈപ്പാസ് റോഡിലെ AP ബ്രിക്സ് കമ്പനിക്ക് സമീപത്തെ പുളിമരത്തിലാണ് ഒഡീഷ സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമ്പനിയിൽ 2 ദിവസം മുമ്പാണ് ഇയാൾ ജോലിക്കെത്തിയത്. താനൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. താനൂർ ബൈപ്പാസ് റോഡിലെ AP ബ്രിക്സിലെ തൊഴിലാളി ഒഡീഷ സ്വദേശി അനന്തറാം ബട്ടാരെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പാണ് ഇയാൾ ജോലിക്കെത്തിയത്. കമ്പനിക്ക് സമീപത്തെ പുളിമരത്തിന്റെ കൊമ്പിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത്. വ്യാഴാഴ്ച പുലർച്ചെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ആദ്യം കണ്ടത്. താനൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. വെട്ടം ന്യൂസ്, താനൂർ. കുവൈറ്റിൽ തീപിടുത്തത്തിൽ കൂട്ടായി സ്വദേശി മരണപ്പെട്ടു. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കൽ നൂഹാണ് മരണപ്പെട്ടത്. മരണപ്പെട്ട വിവരം വ്യാഴാഴ്ച പുലർച്ചെയാണ് സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന നൂഹിന്റെ സഹോദരങ്ങളാണ് മരണവിവരം അറിയിച്ചത്. മത്സ്യത്തൊഴിലാളിയായ നൂഹ് കഴിഞ്ഞ ഫെബ്രുവരി 25-നാണ് അവസാനമായി നാട്ടിൽ വന്നുപോയത്. 1 മാസം മുമ്പാണ് സ്വകാര്യ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് നൂഹിന്റെ മരണവിവരം കുവൈത്തിലുള്ള സഹോദരങ്ങൾ വിളിച്ചറിയിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയോടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് പറയുന്നത്. നൂഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. നാട്ടിലെ ഒരുപാട് 5-6 ആളുകൾ മരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രദേശത്തെ മാത്രമല്ല, ഈ കൂട്ടായിലെ തീരദേശ മേഖലയിലെ ഒരു വളരെ കണ്ണീരിലാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ ഈ പ്രദേശത്തെ സാമൂഹികമായ ഒരുപാട് വിഷയങ്ങളിലും യുവാക്കൾക്കിടയിൽ തന്നെ ഒരു സ്വീകാര്യനായ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. സത്യത്തിൽ അവൻ്റെ ഇങ്ങനെയുള്ളൊരു വേർപാട് മാനസികമായി ഞങ്ങളെല്ലാവരും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നത് ആണ്. ഞങ്ങളെല്ലാവരും ഇവിടെ പെട്ടെന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാ ലീഡേഴ്സും ഞങ്ങൾ ഈ പ്രദേശം സന്ദർശിക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കാനും എടുത്തു. ഏതായാലും ഇവൻ്റെ പെട്ടെന്നുണ്ടായ വേർപാട് അവൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ പാർട്ടിക്കും മുസ്ലിം ലീഗ് പാർട്ടിക്കും ഉണ്ടായ പ്രയാസം, ബുദ്ധിമുട്ടുകളൊക്കെ സർവശക്തൻ മാറ്റിത്തരട്ടെ എന്ന് ഈ അവസരത്തിൽ. നമ്മൾ പുലർച്ചെ 4 മണിക്കാണ് ഇത് അറിയണേ. നമുക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിനെപ്പറ്റി ഒരു ഊഹാപോഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൺഫേം അല്ലേ. 4 മണിക്കാണ് ഇത് കൺഫേം ആയിട്ട് വരുന്നത്. മൂപ്പരിപ്പോൾ പുതിയത് ഇതിനു മുമ്പ് ഒരു ഫിഷിൻ്റെ ഒരു പരിപാടിയായിരുന്നു സ്വന്തമായിട്ട്. അപ്പോൾ ഈ കമ്പനിയിൽ കയറിയിട്ട് അങ്ങനെ ഇപ്പോൾ ലീവ് വന്ന് പോയതാണ്. ആകെ 2 മാസമായിട്ട് ആ ഇതിലാണ് ഇപ്പോൾ ഈ കമ്പനിയിൽ കയറിയിട്ടുള്ളത്. ഈ കമ്പനിയിൽ കയറിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ബോഡി കൊണ്ടുവരാൻ നമുക്ക് അവിടുത്തെ ഒരു 10 മണിയാകുമ്പോഴത്തേന് ബോഡി കിട്ടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇവിടെ ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേന് ഇങ്ങോട്ട് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്.
2 സഹോദരങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഒരു അളിയനും ഉണ്ട്. അവരാണ് വിവരങ്ങളൊക്കെ നമുക്ക് തന്നത്. കുവൈറ്റ് സിറ്റിയിൽ തൊഴിലാളികൾ താമസിക്കുന്ന 6 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ 25 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. കുപ്പന്റെ പുരക്കൽ പരേതനായ ഹംസയുടെ മകനാണ് നൂഹ്. ബർഹാത്താണ് ഭാര്യ. ഫാത്തിമ സലഹ, ഫാത്തിമ നജ്ല, നസ്മ എന്നിവർ മക്കളാണ്. റുക്കിയയാണ് മാതാവ്. വെട്ടം ന്യൂസ് കൂട്ടായി. പൊന്മുണ്ടം ബൈപ്പാസ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് 33 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കുറുക്കോളി മൊയ്തീൻ MLA അറിയിച്ചു. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീം 2022-23 സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ചതാണ് ഈ പദ്ധതി. വർഷങ്ങളായി അപ്രോച്ച് റോഡ് പ്രവൃത്തി ചെയ്യാത്തതിനാൽ പൊന്മുണ്ടം ബൈപ്പാസ് പാലം പ്രാവർത്തികമാകാതെ കിടക്കുകയായിരുന്നു. നിരന്തരമായ ഇടപെടലുകളും ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചകളുടെയും ഫലമായി ഭരണാനുമതി നൽകാൻ തീരുമാനമായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ ഉത്തരവിറക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. നിയമസഭയിൽ 2 തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അപ്രോച്ച് റോഡ് വരുന്നതിലൂടെ തിരൂരിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. കൂടാതെ തിരൂർ പോലീസ് ലൈനിൽ നിന്ന് ദേശീയപാതയിലെ പുത്തനത്താണിയിലേക്ക് 4 കിലോമീറ്റർ യാത്രാദൂരം കുറയുകയും ചെയ്യും. വെട്ടം ന്യൂസ് പൊന്മുണ്ടം. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായിരുന്ന തിരൂരിലെ മുൻ MLAയും CPM നേതാവുമായിരുന്ന വെട്ടം ആലിശ്ശേരിയിലെ പഴയ പുത്തൻ വീട്ടിൽ അബ്ദുള്ളക്കുട്ടി നാടിനോട് വിട ചൊല്ലിയിട്ട് വ്യാഴാഴ്ച 10 വർഷം തികയുന്നു. മുൻ MLA PP അബ്ദുള്ളക്കുട്ടി നാടിനോട് വിട ചൊല്ലിയിട്ട് ഇന്ന് 10 തികയുന്നു. 18 വർഷക്കാലം CPMഉം ഏരിയ സെക്രട്ടറി, 18 വർഷക്കാലം തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ, കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വെട്ടം ഗ്രാമീണ വായനശാല സ്ഥാപകരിലൊരാൾ, ഉപദേശക സമിതി അംഗം. 2006 മുതൽ 2011 വരെ തിരൂർ MLA എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. തിരൂരിന്റെ വികസന പ്രവർത്തനത്തിലും സഹകരണ മേഖലയുടെ വളർച്ചയ്ക്കും കർഷക ക്ഷേമത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകി. മകൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP നാസർ, മകൾ PP നൂർജഹാൻ, ഭാര്യ പാത്തുമോൾ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. ന്യൂസ് ഡെസ്ക് വെട്ടം. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരിൽ ജനസംവാദം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂര് അധ്യക്ഷത വഹിച്ചു. കേരളം രൂപീകരിക്കപ്പെട്ട മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ഈ 3 ദേശങ്ങൾക്കൊരു സവിശേഷതയുണ്ട്. അതേ സവിശേഷത എന്ന് പറയുന്നത് കൊച്ചിയും തിരുവിതാംകൂറും കേരള രൂപീകരണത്തിന് മുൻപേ, കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ വിദ്യാഭ്യാസപരമായി വലിയ മുന്നേറ്റം നടത്തിയ 2 ദേശങ്ങളാണ്. എന്നാൽ മലബാർ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രം വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാര്യഗൗരവമായ ചിന്ത നടത്തിയ ഒരു നാടാണ് മലബാർ. അതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഈ രാജ്യം വൈദേശികാധിപത്യത്തിന് കീഴ്പ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, രാജ്യത്ത് ആദ്യമായി വൈദേശികാധിപത്യം കാലുകുത്തിയത് അത് കാപ്പാട്ട് കടപ്പുറത്താണ് നമ്മൾ പറയാറുണ്ട്. പോർച്ചുഗീസുകാരൻ്റെ കപ്പൽ വന്ന് വാസ്കോഡ ഗാമ കാലുകുത്തിയത് കോഴിക്കോട്ടെ കടപ്പുറത്താണെന്ന് പറയാറുണ്ട്. അത് കാലുകുത്ത മാത്രമല്ല ചെയ്തത്, അതൊരു അധിനിവേശത്തിൻ്റെ കടന്നുവരവിൻ്റെ ഇടമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം ചിത്രമെടുക്കുമ്പോൾ ആദ്യമായി അധിനിവേശത്തിൻ്റെ കടന്നുവരവുണ്ടായത്, അധിനിവേശത്തിൻ്റെ പടയോട്ടം ഉണ്ടായത്, പൊരുതലും പ്രതിരോധവും ആരംഭിച്ചത്, അതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മൊത്തം നഷ്ടം സംഭവിച്ചുവോ അതിന്റെ നഷ്ടം ആരംഭിച്ച മണ്ണിന്റെ പേരാണ് മലബാർ എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, മാധ്യമപ്രവർത്തകൻ KP റഹ്മത്തുള്ള എന്നിവർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂര് നേതൃത്വം നൽകി. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമ്മർ അലി കരേക്കാട്, DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്മാരായ ഗോപാലകൃഷ്ണൻ, നൌഷാദ് മാഷ്, സംസ്ഥാന സെക്രട്ടറിമാരായ TM മനീഷ്, യൂസഫ് പുളിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ MT റിയാസ്, രാഹുൽ വള്ളിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. പുറത്തൂർ കരിയിലപ്പാലം സ്വദേശിയും പുറത്തൂരിലെ തലമുതിർന്ന മുസ്ലിം ലീഗ് കാരണവരും പുറത്തൂരിൽ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന കടവുകാരകത്ത് ഖാദർ അനുസ്മരണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് EP ബാവയുടെ വസതിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം MP ഹംസ മാസ്റ്റർ മരവന്ത ഉദ്ഘാടനം ചെയ്തു. KV ഷരീഫ് സാഹിബ് പുതുപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP അബ്ദുള്ള മുട്ടന്നൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മജീദ് പുതുപ്പള്ളി സ്വാഗതം പറഞ്ഞു. ഖത്തർ KMCC മലപ്പുറം ജില്ലാ സെക്രട്ടറി MP ഫൈസൽ പുറത്തൂർ, MP കരീം ഹാജി, കുഞ്ഞാപ്പു കരിയിലപ്പാലം, കുഞ്ഞാവ കളൂർ, മമ്മിക്കുട്ടി സാഹിബ് ശാന്തിനഗർ, കല്ലമ്പള്ളി കുഞ്ഞുമോൻ സാഹിബ്, മനാഫ് എടക്കനാട്, മമ്മു കളൂർ, ഉള്ളാട്ടിൽ സൈതലവി കളൂർ, മുളക്കൽ കുഞ്ഞാപ്പു, ഹൈദ്രു എടക്കനാട്, നാസർ കരിയിലപ്പാലം തുടങ്ങിയവർ ഖാദർ സാഹിബിനെ അനുസ്മരിച്ചു. KP ഷാഫി കളൂർ നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് പുറത്തൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.